അഭിവന്ദ്യ പിതാവ് നവവൈദികരെ ഇപ്പോൾ പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇവരുടെ മേലിറങ്ങി വന്ന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പട്ടക്കൊടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനാകമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു അടിപൊളി പരിപാടിക്ക് വേണ്ടി പോവാണ്. അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ട് നമ്മുടെ സ്വന്തം അച്ഛന്മാരുടെ പുത്തൻ കുർബാനയാണ്. അപ്പോ അതിന് തിരുപ്പട്ട സ്വീകരണമാണ് ഇന്ന്. അതെ, അതിനുവേണ്ടി നമ്മള് തോപ്രാങ്കുടി പള്ളിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ പള്ളി സൂപ്പറാക്കിയിട്ടുണ്ട്. ഫുള്ള് മുത്തുക്കുടയൊക്കെ വെച്ച് മൊത്തം അലങ്കരിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട്. അതുപോലെ തോപ്രാങ്കുടി പള്ളിയുടെ ഗ്രൗണ്ടും താഴത്തെ സ്കൂളിലെ ഗ്രൗണ്ടും ഈ പാരിഷ് ഹാളിന്റെ ഗ്രൗണ്ടും വഴി സൈഡും എല്ലാം വണ്ടികളുടെ നിറഞ്ഞ വണ്ടികളാണ്. അതില് ട്രാവലറുണ്ട്, ബസ്സുണ്ട്, ഒരുപാട് വണ്ടികൾ. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ പിതാവാണ് വരുന്നത് അല്ലേ? നമ്മുടെ പിതാവാണ് വന്നു കേട്ടോ. പരിപാടി തുടങ്ങി, ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പോ നമുക്കിനി അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഒരു ഒരു പുത്തൻ കുർബാന എങ്ങനെയാന്നുള്ളത് സത്യം പറഞ്ഞാൽ നല്ല ഒരു അറിവ് ആയതിനു ശേഷം കണ്ടിട്ടില്ല. ആദ്യമായിട്ടല്ല, ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുനാളിലൊക്കെ കണ്ടേക്കുന്നതാണ്. പക്ഷെ നല്ല അറിവായതിനു ശേഷം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാഴ്ച ഒരു വ്യത്യസ്തമായ കാഴ്ചയാണിത്. അങ്ങനെ ആരും ഒരുപാട് ആളുകളൊന്നും കാണാത്തതാണ് അല്ലേ? കല്യാണമാണല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ വിവാഹം എന്നുള്ളൊരു കുദാശയൊക്കെ എല്ലാ ആളുകൾക്കും എപ്പോഴും കാണുന്നതും അതെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് നിങ്ങൾ ക്യാമറ ഇട്ട് കാണിക്കാം. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. പള്ളിയിലോട്ട് കയറിപ്പോവാം. ദാണ്ട കേട്ടോ, 2 പേര് വരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ സ്കൂൾ ഗ്രൗണ്ടിലാണ്. നമ്മൾ കുറച്ച് താമസിച്ചു പോയുണ്ട്, ഇടയില്ല പള്ളിമുറ്റത്തും പള്ളി ഗ്രൗണ്ടിലൊന്നും. ഇനി നമ്മൾ നേരെ പള്ളിക്കലോട്ട് കയറി പോവാട്ടോ. പള്ളി വേണ്ടത് കയറി വരുമ്പോൾ തന്നെ പിതാവിൻ്റെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട കയറി പോകുന്ന വാതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് വശം. പള്ളിയിലകത്തോട്ട് കയറുന്ന ഭാഗമാണ്. 2 അച്ഛന്മാരുണ്ട്. അതിൽ ഒരാളുടെ ഫോട്ടോ ഇതാണ്, ഇത് വേറൊരാളുടെ. 2 പേരുടെ. ഈ അച്ഛൻ നമ്മുടെ തൊട്ടയിലൊക്കെയാണ്. 2 പേരും ഈ ഇടവക്കാരാണ്. കുഞ്ഞുനാൾ തൊട്ട് അറിയുന്ന ആൾക്കാരാണ്. നമ്മുടെ തപ്പാടി പള്ളി ഗ്രൗണ്ടൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിക്കിലോട്ട് കയറി ചെന്ന് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വരുന്നത് പിതാവിന്റെ പ്രസംഗം പുറത്ത് TV സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഗ്രാഹ്യമാണെങ്കിലും അല്ലെങ്കിലും ഞാനിത് അനുസരിക്കണമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറഞ്ഞ തൈലമാണ്, ഇത് പരിശുദ്ധാത്മാവാണ്. പറയുന്നുണ്ട്, കർത്താവേ, എന്നെ സുവിശേഷം പ്രസംഗിക്കുവാൻ വാക്കുകളിലൂടെ അല്ലാതെ എന്റെ സാക്ഷ്യത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കുവാൻ കൃപ തരണമേ എന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. രണ്ടാമത്തേത് വിശുദ്ധ അംബ്രോസിന്റേത്. വിശുദ്ധ അംബ്രോസിനെ നമ്മുടെ കത്തോലിക്കാ സഭയിൽ അംബ്രോസ് എന്ന് പറയുന്ന ഒരു മെത്രാൻ, എങ്ങനെയാണ് മെത്രാൻ പറയുന്ന പ്രസംഗം മുഴുവൻ വൈദികാർത്ഥികൾക്ക് വേണ്ടിയാണ്. പുരോഹിതാർത്ഥികൾ ഇരുമുട്ടുകളും കുത്തി കൈകൾ യാസനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. 2 മുട്ടുകളും കുത്തുന്നത് 2 ദാനങ്ങൾ അഥവാ 2 നാണയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുവാനാണ്. ബലിയർപ്പിക്കുക, പാപമോചനമായ മാമോദീസ നൽകുക എന്നീ 2 പുരോഹിത കർത്തവ്യങ്ങളെയാണ് 2 നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് കാണിക്കുവാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ അഭിവന്ദ്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സംവേദിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിരവനതവുമായ ശുശ്രൂഷ വിലക്കില്ലായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നാം കടക്കുകയാണ്. രണ്ട് കൈവ് പ്രാർത്ഥനകളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, സംസ്ഥാന മാത്യു ചേന്നംകുളം എന്നിവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നു. കാർമികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന യാചനയെയാണ് സൂചിപ്പിക്കുന്നത്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തികളുടെ മേൽ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവാത്മാവ് തന്റെ ദാനങ്ങൾ ഇവരുടെ മേൽ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികരാകുവാൻ നിയുക്തരായിരിക്കുന്ന പുരോഹിതാർത്ഥികളെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും ദൈവപുത്രന്റെ കൃപയാലും പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണരാക്കണമേ എന്ന് അഭിവന്ദ്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപം മോചിപ്പിക്കുവാനും അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികാർത്ഥികളെ രൂഷ്മ ചെയ്ത് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ഇരുന്നു കൊണ്ട് ഹൃദയപൂർവ്വം ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവണിനിയമായ കാരണത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആത്മീയ ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരായി തീർന്ന ഈ ദാസരെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇവരുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇവർ പരിപൂർണരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാന്യവന ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ദൈവത്തിന്റെ സുരക്ഷനായ പട്ടനഗര നിയുക്തരായിരിക്കുന്ന മാത്യു ചേന്നംകുളം സംസ്ഥാനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയുടെ സ്ഥലത്തിന്റെയും സൃഷ്ടാവേ, തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷ നിർവഹണത്തിനും സഭാഗാത്രത്തിനും അർപ്പണിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്നേഹന്മാരെയും പ്രബോധനന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സകലോക രാജാവേ, അങ്ങയുടെ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ദാസനെ വിശുദ്ധമായ തെരഞ്ഞെടുപ്പിലൂടെ എഴുതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിനുള്ള വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ചവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മദ്ബഹായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ പുത്ര സ്വീകാര്യത്തിന്റെ ഭാഗഭാഗത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചനമായ മാമോദീസാത്വത്തെ അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ യാചിയെന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശ നിൽക്കുന്നതിനു വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ തിരുസഭയ്ക്ക് രണ്ട് നവവൈദികർ, നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനമാർ മാത്യു ചേന്നംകുളം, സെബാസ്റ്റ്യൻ മച്ചുകാട്ട് എന്നിവർ
തിരുസഭയ്ക്ക് മുഴുവനായി ബലിയർപ്പിക്കുവാൻ മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഭിവന്ദ്യ പിതാവ് നവവൈദികരെ ഇപ്പോൾ പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. ഭൂമിയെ ജീവിതകാലം മുഴുവൻ നയന്മനത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി സെബാസ്റ്റ്യൻ മച്ചുകാട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷത്തെ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി മാത്യു ചെന്നംകുളം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ ദൈവസനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടയിൽ നിന്നും രണ്ടുപേർ പുരോഗതി ശുശ്രൂഷയ്ക്കായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അനന്തകാരണത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ ദാനം സ്വീകരിച്ച വ്യക്തികളിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്തതായി വരുന്ന പ്രാർത്ഥനാ ഗാനത്തിൽ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഇടതുവശവും ചുംബിക്കുകയും അഭിവന്ദ്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരങ്ങൾ കുത്തി ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇതാ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സുന്ദര മുഹൂർത്തം. ഇന്നത്തെ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത വൈദികഗണം മുഴുവനും തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികർക്ക് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും അർപ്പിക്കുന്നു. നൊമ്പരങ്ങളിൽ സാന്ത്വനമാകാം, ഒറ്റപ്പെടുമ്പോൾ സാഹോദര്യത്തിന്റെ കരങ്ങൾ നീട്ടാം, ശക്തി ക്ഷയിച്ചാൽ ബലപ്പെടുത്താമെന്ന വാഗ്ദാനത്തോടെയാണ് ബഹുമാനപ്പെട്ട വൈദികരെ ഓരോ പുരോഹിതരും സമീപിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം.
എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരം നിറയ്ക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുപ്പെട്ട ശുശ്രൂഷയുടെ ഔദ്യോഗിക കർമ്മങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അഭിവൃദ്ധി പിതാവിനോടും സഹകാർമ്മികരോടും ചേർന്ന് നവവൈദികന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നു. നമുക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. നല്ല രസം, നല്ല സീനറി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങള് പുത്തുകുർബാനയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. അപ്പം എന്തായാലും പരിപാടികളൊക്കെ അതിഗംഭീരമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ പൂർണ്ണരൂപമൊക്കെ കാണാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്. പുതിയ തലമുറയിലുള്ളവരൊക്കെ ഒരുപാട് പേര് കാണാത്തവരുണ്ട് പുത്തുകുർബാനയൊക്കെ അല്ലേ. കാരണം സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടേക്കുന്നതാണ്. പിന്നെ പഠനത്തിനായിട്ടും പിന്നെ ജോലിക്കായിട്ടും പുറത്തൊക്കെ ഉള്ളവർക്കൊന്നും പുത്തകുർബാന നല്ലൊരു പ്രായത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മളിവിടെ അത്ര ഓർമ്മയില്ലല്ലോ എന്നൊക്കെ ചെയ്യുന്നതെന്നൊന്നും. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് തന്നെ. അറിയാത്തവർക്കും കാണാത്തവർക്കും പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും. അപ്പോ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നല്ല കുർബാന, നല്ല അടിപൊളിയായിരുന്നു. അതെ, എല്ലാം അടിപൊളി. പ്രത്യേകിച്ച് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. നമ്മളൊക്കെ എന്താ പറയുക, ഇങ്ങനെ നടക്കുമ്പോൾ കുഞ്ഞു പിള്ളേരായിട്ട് ഇതിനേക്കാളും ഇച്ചിരി മുഴുപ്പത്തില് ആദ്യമൊക്കെ പ്രായം തൊട്ട് കണ്ട് വളരുന്ന ഒരു 5-6 വയസ്സ് മുതലൊക്കെ, ആദ്യത്തെ പ്രായമല്ല, 5-6 വയസ്സ് മുതൽ കാണുന്ന പിള്ളേർ അവരുടെ ആയിരുന്നു. നമുക്കിപ്പം പ്രായം അന്നേരം ഇപ്പോൾ അവരെക്കായി കൂടുതൽ പ്രായമുണ്ട്. അത് വെച്ചാൽ നമ്മുടെ പെങ്ങളെക്കായാലും താഴെ പഠിച്ചാന്ന് തോന്നുന്നു. അത് അത്രയും കുഞ്ഞിൽ പഠിച്ചു പോയ കുഞ്ഞു പിള്ളേരായിട്ട് തൊട്ട് ചെറുപ്പം തൊട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പം അവരുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം. കുഞ്ഞു പിള്ളേരായാലും ആ പ്രായം തൊട്ട് നമ്മൾ കാണുന്നല്ലേ. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.